ഈശോയെ സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ഒരു ചെറിയ കഥയുണ്ട്. അപ്പം ഞാൻ ആ കഥയിലൂടെ അങ്ങ് പറഞ്ഞു തുടങ്ങാം. ഒരു ക്ലാസ് റൂം. അപ്പോൾ ആ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ പിള്ളേരുടെ അടുത്ത് ചെന്നിട്ട് ഒരു ചോദ്യം അവരുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആർക്കാണ്? പിള്ളേർ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഈ പിള്ളേരിങ്ങനെ പല ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി. പല സിനിമാ താരങ്ങളുടെ പേരുകൾ പറയും. നിവിൻ പോളി, കുറച്ച് പേര് ദുൽഖർ സൽമാനാന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് കുറേ പേര് പറഞ്ഞു ഇവരൊന്നും അല്ല, ഫുട്ബോൾ താരങ്ങളാണെന്ന് പറഞ്ഞു. ഫുട്ബോളിലെ ഇതിഹാസ താരമായ മെസ്സി ആണെന്ന് പറയുന്നു. അപ്പോൾ റൊണാൾഡോ ഫാൻസ് അവിടെ ചുമ്മാ ഇരിക്കില്ലേ, അവരും പറഞ്ഞു മെസ്സി ഒന്നും അല്ല, റൊണാൾഡോ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ടീച്ചർ ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, എടാ മക്കളെ, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ പിള്ളേർ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു നിമിഷം അവിടെ നിന്നിട്ട് പിള്ളേർ പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള എൻ്റെ അപ്പനാണ്. കുറച്ച് പിള്ളേർ പറഞ്ഞു ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള എൻ്റെ അമ്മയ്ക്കാണ്. കുറച്ച് പേര് പറഞ്ഞു ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള എൻ്റെ സഹോദരങ്ങൾക്കാണ്. അപ്പോൾ അതിലൊരു മിടുക്കി കൊച്ച് അവൾ ഒരു ഉത്തരം പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത് പിശാചിനാണെന്ന് ആ കൊച്ച് പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ അത്ഭുതപ്പെട്ട് അവളുടെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്, മോളെ, നീ എന്തുകൊണ്ടാണ് പിശാചിനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളതെന്ന് പറയുന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ടീച്ചറെ, ലോകത്തിലെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് നെഗറ്റിവിറ്റിയാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യനിലേക്ക് പകർന്നു കിട്ടുന്നത് നെഗറ്റിവിറ്റിയാണ്. ഒരു നെഗറ്റീവ് കാര്യം ചെയ്യാനായിട്ടും അതിൽ നിന്ന് സുഖം കണ്ടെത്താനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പരിശ്രമിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് പറഞ്ഞു, ശരിയാണല്ലോ, അതങ്ങനെ തന്നെയാണല്ലോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോ മരുഭൂമിയിലേക്ക് പോവുകയും അവിടെ വെച്ച് 3 സുന്ദര വാഗ്ദാനങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് പിശാച് വെക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3 സുന്ദര വാഗ്ദാനം വെക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ക്ലാസിക്കൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഇതിനോടുള്ള ഒരു ഉത്തരമാണ് ഈശോ പറഞ്ഞത്. അല്ല, ഈശോയുടെ ആറ്റിറ്റ്യൂഡായിരുന്നു ഇതിനോടുള്ള ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഈശോ പറഞ്ഞു നോ. ഈശോ പിശാചിനോട് പറഞ്ഞു നോ. നോ എന്ന് പറഞ്ഞ വാക്ക് വളരെ സിമ്പിളാണ്, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട്, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഭയങ്കര പാടുള്ള ഒന്നാണ്. നമ്മൾ 50 നോമ്പിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പോൾ 50 നോമ്പിലേക്ക് കടക്കുമ്പോഴും പലരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 50 നോമ്പെന്ന് പറഞ്ഞാൽ പലരുടെ ഡയറ്റ് പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. 50 നോമ്പൊക്കെ ആകില്ലേ, ഇനിയിപ്പോൾ എൻ്റെ ശരീരവും ആരോഗ്യമൊക്കെ നോക്കണം, ഏതായാലും ഇറച്ചി മീനൊന്നും കഴിക്കുന്നില്ല, നന്നായിട്ട് എൻ്റെ ആരോഗ്യമൊക്കെ നോക്കണം എന്നൊരു ചിന്താഗതിയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ 50 നോമ്പിനെ നമ്മൾ 50 നോമ്പിനെ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ ഒരു 50 ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന പോലെ അതും അങ്ങ് കടന്നു പോകും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന് ഒരു ഉപകാരവും ഈ 50 ദിവസം കൊണ്ട് നമുക്ക് എത്താനായിട്ട്, 50 ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഉപകാരവും തരാനായിട്ട് പോകുന്നില്ല. സഭയുടെ മതബോധന ഗ്രന്ഥം ഇങ്ങനെ പറയുന്നുണ്ട്, പുറമേ കാണുന്ന ഉപവാസമല്ല, മറിച്ച് നിന്റെ ഹൃദയത്തിലുണ്ടാകുന്ന മാറ്റത്തിനാണ് സഭ മുൻതൂക്കം നൽകുന്നതെന്ന്. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ക്രിസ്തുവിൻ്റെ മരണവും ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ കരുണയൊക്കെ ചിന്തിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുന്നു. നമ്മുടെ ഹൃദയങ്ങൾ മാറിയാൽ മാത്രമേ ഒരു കാര്യത്തോട് നോ പറയണമെങ്കിൽ അത് നോ പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ വിചാരിക്കും ഈശോയുടെ ജീവിതത്തിൽ വന്ന പ്രലോഭനം, 3 സുന്ദര പ്രലോഭനങ്ങൾ അതോടെ തീർന്നുവെന്ന്, ഈശോയുടെ ലൈഫിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളെന്ന്. മറിച്ച് അങ്ങനെയല്ല സംഭവം. അത് ഇന്നും പുത്തനുടുപ്പിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ക്രിസ്തു ശിഷ്യനായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പ്രലോഭനം കടന്നു വരുന്നുണ്ട്. അതിന് നമുക്ക് ഓരോന്ന് ഉദാഹരണം വെച്ച് കാണാം. അതിൽ ഒന്നാമത്തെ പ്രലോഭനം ഇങ്ങനെയാണ്. ഇപ്പോൾ പിശാച് ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നീ വിശന്നിരിക്കുക അല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ കല്ലുകളോടൊക്കെ അപ്പമാകാൻ പറ, അങ്ങനെയാണ് നിന്റെ വിശപ്പ് മാറ്റാലോ എന്ന് പിശാച് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ അതിനൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്, നോ. ഇന്ന് അതേ പ്രലോഭനം നമ്മുടെ ലൈഫിലും ഉണ്ട്. ഞാൻ എൻ്റെ സമ്പാദ്യം, എൻ്റെ ജോലി, എൻ്റെ സമയം, ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മതിൽ വെച്ചേക്കുവാണ് നമ്മുടെ ജീവിതത്തിന് ചുറ്റും. എന്നിട്ട് എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ മറ്റുള്ളവരിലേക്ക് ചെല്ലുന്നുള്ളൂ. രണ്ടാമത് ഈ പിശാച് ഈശോനെ ഒരു ഉയർന്ന കുന്നിലേക്ക് കൊണ്ടുപോവാണ്. ഈ കുന്നിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പിശാച് കാണിക്കുകയാണ്, ദേശം മൊത്തം കാണിക്കുകയാണ്. എന്നിട്ട് ഈശോയോട് പറയുന്നുണ്ട്, നീ എന്നെ ആരാധിച്ചാൽ ഈ ഒരു കുന്ന്, ഈ
ദേശം മൊത്തം നിനക്ക് ഞാൻ തരാം, നീ എന്നെ ആരാധിക്കണം. അപ്പോൾ ഈശോയുടെ മറുപടി ഇങ്ങനെയാണ്, നോ. കാരണം ഈശോയ്ക്ക് അറിയായിരുന്നു ദൈവപിതാവ് തനിക്ക് വേണ്ടി ഒരുക്കി വെച്ച രാജ്യം ഇതല്ല എന്ന്. പലപ്പോഴായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഈ ഒരു പ്രശ്നം പുത്തനുടുപ്പിട്ട് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും, കുറച്ചൊക്കെ ബിസിനസ് തട്ടിപ്പും വെട്ടിപ്പൊക്കെ നമുക്ക് നടത്താം, കുറേ പേരെ തോൽപ്പിക്കാം, നമുക്ക് കള്ളത്തരമൊക്കെ കാണിക്കാം എന്നൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മൂന്നാമത്, പിശാച് ഈശോനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ദേവാലയത്തിന്റെ മണ്ട കയറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, നീ ദൈവപുത്രനല്ലേ, നീ ദൈവപുത്രനാണ്, താഴേക്ക് ചാടാൻ. അപ്പോൾ ഈശോ പറയുന്നുണ്ട് നോ. എന്നിട്ട് ഈ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാണ്, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തില്ലേ, നിനക്ക് വേണ്ടി ഞാൻ എല്ലാ ഞായറാഴ്ചയിലും പള്ളിയിലുണ്ടായിരുന്നില്ലേ, ഞാൻ 5 മിനിറ്റ് മുമ്പ് നേരത്തെ വന്ന് 5 മിനിറ്റ് താമസിച്ചാണ് ഞാൻ കുർബാന കഴിഞ്ഞിട്ട് പോകുന്നത്, എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് വന്നിരിക്കുന്നുണ്ട്, എന്നിട്ടും നീ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നുള്ളൊരു ചോദ്യം. പ്രിയമുള്ള സഹോദരേ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പ്രലോഭനങ്ങൾ കടന്നു വരും, എല്ലാം കടന്നു വരും, ഈശോയുടെ ജീവിതത്തിലും കടന്നു വന്നു. പക്ഷേ നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറയണം. അതിന് നമ്മുടെ ഹൃദയം രൂപീകരിക്കണം. ഈ 50 ദിവസത്തെ ഈ നോമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം രൂപീകരിക്കേണ്ട ഒരു കാലമാണ്. നമ്മുടെ ഹൃദയം നമ്മൾ രൂപീകരിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാവും. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയാനായിട്ട് പഠിക്കും. അതിന് ദൈവകൃപ നമ്മളെ ചേർത്ത് വെക്കും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, 50 ദിവസത്തെ നോമ്പെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഒരു യാത്രയാണ്. തീർച്ചയായിട്ടും ഇത് ഹൃദയത്തിൻ്റെ യാത്രയാണ്, ഹൃദയം മാറ്റാനുള്ള ഒരു യാത്രയാണ്. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹൃദയങ്ങൾ മാറ്റി, ഹൃദയങ്ങൾ നുറുങ്ങുന്ന ക്രിസ്തുവിന് ഉതകുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയൊക്കെ നമുക്ക് മാറ്റാം. സർവശക്തൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.